മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 35 മുതലുള്ള വേദഭാഗങ്ങൾ. സ്തോത്രം. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തുമിരിക്കാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനമേൽക്കാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അത് ശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. യേശു അവരെ അടുക്ക വിളിച്ചു അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങൾ മഹാൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മതി. പ്രൈസ്. വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് വായിക്കുവാൻ ഇടവന്നത്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടുള്ള ഏറ്റവും അടുക്കൽ ആയിരിക്കുന്ന സമയം. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. അതിൻ്റെ 10:33 നമുക്ക് കാണുവാൻ കഴിയും. ഇതാ, നാം യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കും. അവർ അവനെ പരിഹസിക്കും, തുപ്പും, തല്ലും, കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിപ്പാനുള്ളത് പറഞ്ഞു തുടങ്ങി. പ്രൈസലോ. അപ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് യെരുശലേമിലേക്ക് യാത്ര പോകുകയാണ്. ആ യാത്ര പോകുമ്പോൾ യെരുശലേമിൽ കടന്നു എന്നതിന് ശേഷം ആ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിങ്കൽ കർത്താവ് അനുഭവിക്കേണ്ട കഷ്ടാനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ശിഷ്യന്മാർക്ക് വിശദീകരിച്ച് കൊടുക്കുകയാണ്. പ്രൈസലോ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ, മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കും. അവർ അവനെ പരിഹസിക്കും, തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രൈസ്. അപ്പോൾ വളരെ ഹൃദയഭേദകമായിട്ടുള്ള, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സത്യമാണ് ശിഷ്യന്മാരോട് യേശു കർത്താവ് സംസാരിക്കുന്നത്. പ്രൈസലോ. എന്നാൽ ഇതേ സാഹചര്യത്തിലാണ് നമുക്ക് ഇവിടെ വചനത്തിൽ കാണുവാൻ കഴിയുന്നത്. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് യേശു കർത്താവിനോട് പറയുകയാണ്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരണം. പ്രൈസ്. അപ്പോൾ കർത്താവ് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. പ്രൈസലോ. നോക്കുക, ഒരു വശത്ത് കർത്താവ് തൻ്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് അവരോട് സംസാരിക്കുമ്പോൾ മറുവശത്ത് ഇവരുടെ ചിന്ത എന്താണ്? കർത്താവ് ക്രൂശി മരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. എന്നാൽ മഹത്വത്തിൽ കർത്താവ് വെളിപ്പെടുമ്പോൾ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഞങ്ങളിൽ ഒരുവൻ എവിടെ ഇരിക്കണം? ഇടത്തും ഒരുവൻ വലത്തും ഇരിക്കണം എന്നുള്ള ആഗ്രഹം കർത്താവിനോട് പോയി പറയുകയാണ്. പ്രൈസലോ. അപ്പോൾ ആ ചോദ്യത്തിനും കർത്താവ് കൊടുക്കുന്ന മറുപടി നമുക്ക് താഴോട്ടുള്ള വേദഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. പ്രൈസലോ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 20 തൊട്ട് 28 വരെ വായിക്കുമ്പോൾ അവിടെ ഈ സെബദി മക്കളുടെ മാതാവാണ് കടന്നു എന്ന് യേശു കർത്താവിനോട് പറയുന്നത്, എൻ്റെ മക്കളെ എന്ത് ചെയ്യണം? ഒരാളെ വലത്തും
ഇടത്തുമായിട്ട് ഇരുത്തണം എന്ന് പറയുന്നത്. പ്രൈസലോ. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് ഒരു വശത്ത് കഷ്ടതകളെ കുറിച്ച് ധ്യാനിക്കുകയും അത് അവരോട് പറയുകയും താൻ അനുഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ, മറുവശത്ത് ഇവരുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന ചിന്ത എന്താണ്? ഞങ്ങളിൽ ആരാണ് വലിയവനായി തീരുന്നത്? ആരാണ് കർത്താവിനോട് ഏറ്റവും അടുക്കൽ ഇരിക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത. പ്രൈസലോ. മത്തായിയുടെ സുവിശേഷത്തിൽ മാതാവ് ചെന്ന് പറയുക, എൻ്റെ മക്കളെ ഒരാളെ ഇടത്തും വലത്തുമായിട്ട് ഇരുത്തണം എന്ന് പറയുക. പ്രൈസലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിന് നടുവിലാണ് കർത്താവ് അവരോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസലോ. ദൈവമക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടായിരിക്കാം ഈ മാതാവ് കടന്നു എന്ന് യേശുവിനോട് സംസാരിച്ചത്? നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നു. യേശുവിൻ്റെ മാതാവാകുന്ന മറിയയുടെ സഹോദരിയുടെ മക്കളായിട്ടാണ് യോഹന്നാനും യാക്കോബും വരുന്നത്. പ്രൈസലോ. അപ്പം ഇവര് തമ്മിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. ഈ ബന്ധം നിമിത്തമായിട്ട് എന്ത് ചെയ്യുകയാണ്? അവര് കടന്നു എന്ന് പറയുക, ഞങ്ങളുടെ മക്കളെ എന്ത് ചെയ്യണം? നിന്റെ വലത്തും ഇടത്തുമായിട്ട് ഇരുത്തണം. പ്രൈസലോ. അപ്പൊ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഇത് എൻ്റെ കൈവശമുള്ള കാര്യമല്ല. ഇത് ആരുടെ കൈവശമുള്ള കാര്യ? ഇത് പിതാവിന്റെ കൈവശമുള്ള കാര്യമാണ്. പ്രൈസലോ. അതുമാത്രമല്ല, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ യാക്കോബ് യോഹന്നാനും പറഞ്ഞു, നിശ്ചയമായിട്ട് ഞങ്ങൾക്ക് ആ പാനപാത്രം കുടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. പ്രൈസലോ. നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ യാക്കോബ് പിന്നീട് രക്തസാക്ഷിയായി തീരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവിക മരണമാണ്. എന്നാൽ ഏകദേശം 100 വയസ്സോളം ഈ ഭൂമിയിൽ ജീവിച്ച് പത്മോസിന്റെ പശ്ചാത്തലങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി ജീവിതത്തിന്റെ ഓരോ നിമിഷവും എന്ത് ചെയ്യുന്നു? പല വിധത്തിലുള്ള പരിശോധനകളിലൂടെ, കഷ്ടതകളിലൂടെ കടന്നുപോയത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. അപ്പൊ കർത്താവ് അവരോട് തിരിച്ചു പറയുന്നുണ്ട്, നിശ്ചയമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഈ പാനപാത്രം കുടിക്കും. പ്രൈസലോ എന്ന് പറയുന്നുണ്ട്. പ്രൈസലോ. അപ്പൊ അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ആത്മീയ ചിന്തയുണ്ട്. പ്രൈസലോ. ആരെങ്കിലും ദൈവസന്നിധി വലിയവനാകുവാൻ ചിന്തിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അവനെ സംബന്ധിച്ചിടത്തോളം പ്രൈസലോ ഏതെങ്കിലും ബന്ധങ്ങളോ ഹല്ലേലൂയ അല്ലെങ്കിൽ ഏതെങ്കിലും ഹല്ലേലൂയ ഭൗമിക സാഹചര്യങ്ങളോ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വലിയവനായി തീരാൻ പറ്റത്തില്ല. പ്രൈസലോ. മറിച്ച് വലിയവനായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പാനപാത്രം കുടിച്ചേ മതിയാകത്തുള്ളൂ എന്നുള്ളതാണ് കർത്താവ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ 3 കാര്യങ്ങൾ നമുക്ക് ഈ വചനത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസലോ. 43-ാമത്തെ വാക്യം, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുബലിയായി കൊടുപ്പാനുമാണ് വന്നത്. പ്രൈസലോ. അപ്പോ അവിടെ പ്രൈസലോ ശുശ്രൂഷക്കാരനാകണം, ദാസനാകണം. യേശു കർത്താവ് തൻ്റെ പ്രാണനെ മറുബലിയായി വെച്ചു കൊടുത്തതുപോലെ ഒരു യാഗമായി സമർപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരണം. അങ്ങനെയുള്ളവർക്കാണ് വലിയവനായി തീരുവാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരത്താലുള്ള ഉയർച്ച പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് ദൈവത്തിന്റെ വചനം അവിടെ വ്യക്തമായി പറയുകയാണ്. ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പാസേജ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ 3 കാര്യങ്ങളിലേക്ക് അത് വെളിച്ചം കൊണ്ടുവരുന്നുണ്ട്. ഒന്നാമതായിട്ട് ശിഷ്യന്മാരുടെ ആ മനോഭാവമാണ്. പ്രൈസലോ. നിങ്ങൾ എല്ലാവരും ആ ശിഷ്യന്മാരെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാട്ടെ. അവിടെ എല്ലാം ജീവിതത്തിനകത്തൊരാഗ്രഹമുണ്ട്. എന്ത് ചെയ്യണം? ഉയർച്ച പ്രാപിക്കണം. പ്രൈസലോ. അനുഗ്രഹം പ്രാപിക്കണം, അല്ലെങ്കിൽ മറ്റൊരാളെക്കാളും ഞാൻ ഒരു പടിയും കൂടെ ഉന്നതനായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. പ്രൈസലോ. സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ടും നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്ത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കടന്നു വരാം. പ്രൈസലോ. എൻ്റെ സ്നേഹിതനേക്കാൾ എനിക്ക് ഒരു പടിയും കൂടെ ഉയർന്നിരിക്കണം. പ്രൈസലോ. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്? ലോകപ്രകാരം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മറ്റെല്ലാവരെക്കാളും ഞാൻ ഉന്നതനായിരിക്കണം എന്നുള്ള ചിന്ത മാനുഷിക നിലയിലേക്ക് കടന്നു വരാം. ഇങ്ങനെ ശിഷ്യന്മാരുടെ ഹൃദയത്തിലും ഈ ഒരു ചിന്തയാണ് കടന്നു വന്നത്. പ്രൈസലോ, ഞങ്ങൾക്ക് എന്ത് ആകണം? വലിയവനായി തീരണം, മറ്റ് ശിഷ്യന്മാരെക്കാൾ. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ 10 പേര് പ്രൈസലോ ഇത് കേട്ടിട്ട് അവർക്ക് ഹൃദയത്തിനകത്ത് ഇവരോട് എന്തുണ്ടായി? ഒരു ഈർഷ്യയുണ്ടായി. കാരണം എന്താ? ഇവർ അമ്മയെ വിട്ടിട്ട് പ്രൈസലോ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി നല്ല സ്ഥാനം തരണമെന്ന് പറയിപ്പിക്കുക. പ്രൈസലോ. അപ്പോൾ സ്വാഭാവികമായിട്ട്
ഇവർ തമ്മിൽ ഒരു ആമെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കർത്താവ് മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയ കർത്താവ് എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് അവരോട് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് ഇവിടെ പ്രാരംഭമായിട്ട് ഈ ശിഷ്യന്മാരെ കാണുവാൻ കഴിയും. ഇവരുടെ മനോഭാവം ഒന്ന് ദൈവമക്കളെ ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ഇവരെല്ലാവരും വളരുവാൻ ആഗ്രഹിക്കുന്നു, ഉന്നതനാകുവാൻ ആഗ്രഹിക്കുന്നു, മറ്റൊരാളെക്കാൾ ഞാൻ ഉന്നതനായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് അവരുടെ ഒരു മനോഭാവമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു വെളിച്ചം ഇതിനകത്ത് കാണുവാൻ കഴിയുന്നു. യേശു കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പാനപാത്രം കുടിക്കുമെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, യാക്കോബിന്റെ യോഹന്നാന്റെ ജീവിതം നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഈ യാക്കോബ് പെട്ടെന്ന് രക്തസാക്ഷിയായി തീർന്നു. എന്നാൽ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം 100 വയസ്സോളം ജീവിച്ചു. ആ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യുക, കഷ്ടതയുടെ വഴികളിലൂടെ കടന്നു പോകുക. അതിലൂടെ തന്റെ വിശ്വാസ ജീവിതത്തെ കർത്താവ് എന്ത് ചെയ്യുക, ഓരോ ദിവസവും ശുദ്ധീകരിച്ച് എടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. റോമൻ ഗവൺമെന്റിന്റെ ഒരു കോയിൻ ഉണ്ട്. ആ കോയിന്റെ ഒരു വശത്ത് ഒരു കാളയുടെ പടമാണ്, ഒരു ഓക്സിന്റെ പടമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ കാളയെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് 2 കാര്യം പറയാൻ പറ്റും. ഒന്ന്, ഈ കാള വേണമെങ്കിൽ യാഗമായി തീരാം, യാഗമൃഗമായിട്ട് ഇതിനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം, ചുമക്കണം, അല്ലെങ്കിൽ വയലിൽ ഹല്ലേലൂയ ജീവിതകാലം മുഴുവൻ ഒരു കർഷകന്റെ കയ്യിൽ എന്ത് ചെയ്യുകയാണ്, അത് ഉഴുതുവാൻ വേണ്ടി കാളയെ ഉപയോഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നെങ്കിൽ വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് യാഗമായി തീരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജീവിതകാലം മുഴുവന് ഒരു നുകം വെച്ചിട്ട് ഉഴുതുന്ന ഒരു സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ 2 കാര്യം ദൈവത്തിന്റെ ആത്മാവ് പറയും. ഒന്നെങ്കിൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുന്ന ആ മഹത്വകരമായ അനുഭവം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടതയുടെ വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് കടന്നു പോവുകയും അതിലൂടെ നമ്മുടെ വിശ്വാസ ജീവിതം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് നമുക്കിവിടെ യേശു കർത്താവിനെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ ആ ഹ്യൂമിലിറ്റി, ഹല്ലേലൂയ, താഴ്മ നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയുന്നു. അത് മാത്രമല്ല, ഈ ലോകത്തിൽ ഏതൊരു നേതാവിനെ നമ്മൾ എടുത്ത് പരിശോധിച്ചാലും ആ നേതാവ് തന്റെ അണികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കൂടെ നടന്നാൽ നിന്നെ ഞാൻ ആരാക്കി തീർക്കാം, നേതാവാക്കി തീർക്കാം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര വർഷം എൻ്റെ കൂടെ നടന്ന അടുത്ത മന്ത്രി നീ ആയിരിക്കുമെന്ന് ഈ ലോകത്തിലെ നേതാവ് പറയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞത് എന്താണ്? പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ നിശ്ചയമായിട്ട് എന്ത് ചെയ്യും? ഈ പാനപാത്രം കുടിക്കും. പ്രൈസ് ദി ലോർഡ്. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകപ്രകാരം എന്തെങ്കിലും വലിയവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നല്ല കർത്താവ് പറയുന്നത്. നിശ്ചയമായിട്ട് ഈ പാനപാത്രം കുടിക്കും. എന്തിനാ ഈ പാനപാത്രം കുടിക്കുന്നറിയാമോ? നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശുദ്ധീകരിച്ചിട്ട് ആ നിത്യതയുടെ അനുഭവത്തിൽ എത്തിക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു കർത്താവ് ക്രൂശ് എന്തിനു വേണ്ടിയാ സഹിച്ചെന്നറിയാമോ? മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന്. അപ്പോൾ തന്നെ ആ ക്രൂശിന്റെ അപ്പുറത്ത് ദൈവം പിതാവ് മഹത്വത്തിലേക്ക് കർത്താവിനെ ഉയർത്തുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാല ദൈവമക്കളെ മനസ്സിലാക്കണം, ശിഷ്യന്മാരുടെ മനോഭാവം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയവനായി തീരണം എന്നുള്ള ആ മനോഭാവമാണ്. മറ്റെല്ലാവരെക്കാളും ഞങ്ങൾ ഉന്നതനായി തീരണം എന്നുള്ള മനോഭാവമാണ്. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ഇവിടെ വിളിച്ചു പറയുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതകളുടെ വഴികളിലൂടെ കടന്നു പോകുന്ന ജീവിതമാ. അതിനകത്തൂടെ ദൈവം നമ്മളെ ശുദ്ധീകരിച്ച് എടുക്കുകയാ, നിത്യതയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാ. യേശു കർത്താവിനെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് യഥാർത്ഥ നേതാവ്, ഹല്ലേലൂയ, തൻ്റെ അണികളെ പറഞ്ഞു പറ്റിക്കുന്ന നേതാവല്ല, മറിച്ച് അണികൾ കടന്നു പോകേണ്ട വഴികൾ എന്താണ്, ആ വഴികളിൽ കടന്നുപോയ അവരെവിടെ എത്തിച്ചേരുമെന്ന് വ്യക്തമായ ബോധ്യം കൊടുക്കുന്ന ഒരു നല്ലവനായ കർത്താവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ഒരുമിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, നിങ്ങളിൽ ഒരുവന് വലിയവനായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരന് ആകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മഹാനാകുവാൻ ആരെങ്കിലും ഇച്ഛിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, എന്ത് ചെയ്യണം? ഒരു സെർവന്റ് ആകണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്ത് ചെയ്യണം? ശുശ്രൂഷക്കാരനാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ വളരുവാൻ, പ്രൈസ് ദി ലോർഡ്, ദൈവം ആഗ്രഹിക്കുന്ന
മറ്റേതെങ്കിലും തലങ്ങളിലേക്ക് എത്തുവാൻ ആമേൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ദൈവസന്നിധിയിൽ ഒരു ശുശ്രൂഷക്കാരനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ സെർവന്റ് എന്ന് പറയുമ്പോൾ ആമേൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവമക്കൾ മനസ്സിലാക്കണം. ഒന്ന്, ആമേൻ ആ സെർവന്റെ ആ ഹ്യൂമിലിറ്റി, ആ താഴ്മ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ഹല്ലേലൂയ, ഒരിക്കലും സെൽഫ് സെന്റേർഡ് അല്ല. ഹല്ലേലൂയ, സെൽഫ്ലെസ്നെസ് അല്ലെങ്കിൽ ആമേ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേ സ്വാർത്ഥ മനോഭാവം ഇല്ലാത്തവനാണ് സെർവന്റ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട്, ഒരു സെർവന്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെങ്കിലും ആമേ പ്രവർത്തിക്കുമ്പോൾ ആമേ തിരിച്ച് എന്തെങ്കിലും ഒരു റിസൾട്ട് ആമേ ലോകത്തിൽ നിന്ന് ലഭിക്കും, അംഗീകാരം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടല്ല അവൻ പ്രവർത്തിക്കും. ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു. ഒന്ന്, താഴ്മയാ. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ആമേ പ്രൈസ് ദി ലോർഡ്, സ്വാർത്ഥതയില്ലാത്ത മനോഭാവം. മൂന്നാമതായിട്ട്, നമ്മൾ എന്തെങ്കിലും ആമേ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ലഭിക്കും എന്നുള്ള ചിന്തയോടുകൂടി അല്ല ആമേൻ ഒരു യഥാർത്ഥ സെർവന്റ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ആമേ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-4 വേദഭാഗങ്ങൾ ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2:3. ഷാഢ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. അടുത്ത വാക്യം, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. മതി. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ. ഷാഢ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ, അവിടെ ഹ്യൂമിലിറ്റി എന്ന വാക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓരോരുത്തർ മറ്റുള്ളവനെ തന്നെത്താൻ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളണം. അവിടെ സ്വാർത്ഥതയില്ല, മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുന്ന മനോഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് എഴുതിയിരിക്കുന്നത് ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ സ്വന്തം കാര്യം നോക്കുകയല്ല, മറ്റൊരുവന്റെ ഗുണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആര്? സെർവന്റ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവിന് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ ഈ ലോകത്തിന്റെ നടുവിൽ ദൈവമക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിനകത്ത് ഉയർച്ച പ്രാപിക്കുവാൻ, ആമേൻ ദൈവത്തിന്റെ കരത്താലുള്ള വിടുതലുകൾ പ്രാപിക്കുവാൻ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഒരു ക്വാളിറ്റിയാണ് ആമേൻ ഒരു ശുശ്രൂഷകന്റെ മനോഭാവം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ശുശ്രൂഷകന്റെ മനോഭാവം എന്താണ്? യേശു കർത്താവ് അത് വെളിപ്പെടുത്തി തന്നു. അത് താഴ്മ എന്ന മനോഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ശുശ്രൂഷകന്റെ മനോഭാവം എന്താണ്? സ്വാർത്ഥതയില്ലാത്ത മനോഭാവമാണ്. ഒരു ശുശ്രൂഷകന്റെ മനോഭാവം എന്താണ്? താൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് തനിക്ക് കിട്ടണം എന്നുള്ള ചിന്ത തനിക്കൊരിക്കലും ഇല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആ ശുശ്രൂഷകൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നവരെ ലോകം അറിയും, എന്നാൽ ആമേ പ്രൈസ് ദി ലോർഡ് ആരും അറിയാതെ യഥാർത്ഥ ശുശ്രൂഷകന്റെ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ ലോകം അറിഞ്ഞെന്ന് വരത്തില്ല, എന്നാൽ അറിയുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ അവൻ താഴുകയും ആമേൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ആമേൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ അവൻ ഒരിക്കലും സ്വാർത്ഥതയോടെ ചിന്തിക്കത്തില്ല. ലോകപ്രകാരമുള്ള അംഗീകാരങ്ങൾക്ക് വേണ്ടി അവൻ ആഗ്രഹിക്കത്തില്ല. മറിച്ച് അവനെ ഈ ശുശ്രൂഷയിലേക്ക് ഇറക്കിവിട്ട സർവശക്തനായ ദൈവത്തിന് മഹത്വം കിട്ടുവാൻ ഓരോ നിമിഷവും ഓരോ പ്രവൃത്തിയിലും അങ്ങനെയുള്ള ദൈവമക്കള് ആഗ്രഹിക്കുമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. അവനെ തക്ക സമയത്ത് ഉയർത്തുവാ എന്റെ ദൈവം മതിയായവനാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ കർത്താവിനെ നമ്മളൊന്ന് എടുത്ത് ആമേൻ നോക്കിക്കഴിഞ്ഞ കർത്താവ് യഥാർത്ഥത്തിൽ ആ സെർവന്റ് ആറ്റിറ്റ്യൂഡ് കാണിക്കുവാൻ ഇടവന്നു. നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ ആമേൻ 45-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലിയായി കൊടുപ്പാനുമാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ ചെയ്യാൻ വന്നതാണ് കർത്താവ്. ശുശ്രൂഷിപ്പ ആമേ മറ്റുള്ളവരെ കൊണ്ട് ശുശ്രൂഷ അനുഭവിക്കാനല്ല കർത്താവ് എന്തിനാ വന്നത്? കർത്താവ് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ് വന്നത് എന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. 42-ാമത്തെ വാക്യം നോക്കിയാട്ടെ. യേശു അവരെ അടുക്ക വിളിച്ചിട്ട് ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. ജാതികളിലെ അധിപതികളായവർ അവര് കർത്തൃത്വം ചെയ്യുന്നു,
അവരുടെ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു. പ്രൈസലോ. അപ്പൊ ആ വാക്യങ്ങൾ ശ്രദ്ധിച്ച്, ജാതികളിൽ അധിപതികളാകുന്നവര് മറ്റുള്ളവരുടെ മുകളിൽ എന്ത് നടത്തുന്നെന്ന് പറയുന്നത്? കർത്തൃത്വം നടത്തുന്നു, അവരധികാരം നടത്തുന്നു. ഈ ലോകത്തിലെ എല്ലാ അധികാരങ്ങളും നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കണം. പ്രൈസലോ. ഏതൊരു അധികാരത്തിലേക്ക് ഒരു വ്യക്തി വന്നാലും ആ വ്യക്തി ചെയ്യുന്നത് എന്താണ്? മറ്റുള്ളവരെല്ലാം തന്നാൽ ഭരിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസലോ. ഞങ്ങൾ ഈ അഹമ്മദ് നഗർ ഏരിയയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ആർമി ഏരിയ. പ്രൈസലോ. അപ്പോൾ ഈ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ വലിയ വലിയ കേണൽമാരുടെ ഭാര്യമാരൊക്കെ ഈ ആർമിയുടെ വണ്ടി വരും. അപ്പൊ ഈ ഇവരോട് കൂടെ ഈ മാർക്കറ്റിൽ സബ്ജി പിടിക്കാൻ ഈ പച്ചക്കറിയൊക്കെ ചുമക്കാൻ വരുന്നത് ആരാന്നറിയാമോ? സാധാരണ സിപ്പാഹികൾ അല്ലെങ്കിൽ സാധാരണ പട്ടാളക്കാര്. എപ്പോഴും എന്തുണ്ട്? ഇവരുടെ വീട്ടിൽ ജോലി ചെയ്യാനും ഇവരുടെ പച്ചക്കറി മേടിക്കാനും ഇവരുടെ കൂടെ കടയിൽ പോകാനും ഒക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധികാരമുള്ളവൻ എന്ത് ചെയ്യുകയാണ്? താഴെയുള്ളവനെ ഭരിക്കുന്ന ഒരു മനോഭാവം. പ്രൈസലോ. അത് ആ തലത്തിലുണ്ടെങ്കിൽ ലോകത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ട്. ഇങ്ങനെ മഹത്തുക്കളായവര് മറ്റുള്ളവരെ എന്ത് ചെയ്യുക? ഭരിക്കുന്ന അനുഭവം. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ അങ്ങനെ ആകരുതെന്ന് പറയുന്നത്. പ്രൈസലോ. ദൈവമക്കളോട് വചനത്തിനകത്ത് വളരെ വ്യക്തമായി പറയുകയാ, ലോകപ്രകാരം അധികാരങ്ങൾ ഉണ്ടാകാം, സ്ഥാനമാനങ്ങൾ ഉണ്ടാകാം, ലോകപ്രകാരം ഉയർച്ചകൾ ഉണ്ടാകാം. എന്നാൽ നമ്മുടെ പണമോ അധികാരമോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ മറ്റൊരാളുടെ മുമ്പിൽ ഭരിക്കുവാനുള്ളതല്ല. മറിച്ച് യഥാർത്ഥത്തിൽ വചനം പറയുന്നു, ഒരു ശുശ്രൂഷകന്റെ മനോഭാവത്തോടെ നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോഴാണ് അതേ മേഖലകളിൽ ദൈവം നമ്മളെ ഉയർത്തുന്നത് എന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസലോ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന്റെ ആത്മീയാർത്ഥം മനസ്സിലാകുന്നു? ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച അധികാരം നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുക, താഴെയുള്ളവനെ അടിച്ചമർത്താം, അവന്റെ മുകളിലേക്ക് നമ്മുടെ അധികാരം മുഴുവൻ നമുക്ക് ചെലുത്താം. പ്രൈസലോ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മളോട് ഹൃദയമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ദൈവം പറയുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഈ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവന് ശുശ്രൂഷക്കാരനായി തീരണം. പ്രൈസലോ. യേശു കർത്താവിന് വേണമെങ്കിൽ തന്റെ ശിഷ്യന്മാരെ കൊണ്ട് പ്രൈസലോ ലോകപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുക. എന്നാൽ അതേ ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, യഥാർത്ഥ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് തന്റെ സ്വാർത്ഥത അന്വേഷിക്കുന്നവനല്ല, അവൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ തയ്യാറാകുന്നവനാണ്. പ്രൈസലോ. ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി വചനം നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, തലമുറകളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല വിജയങ്ങളിൽ ദൈവം നൽകി തന്നു. പ്രൈസലോ. ഇനി നല്ല വഴികൾ ദൈവം തുറന്ന് നല്ല സ്ഥാനമാനങ്ങളിൽ കൊണ്ട് എത്തിക്കും. പ്രൈസലോ. ഏതൊക്കെ സ്ഥാനമാനങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടാലും ഒരു കാര്യം ഓർമ്മപ്പെടുത്തണം, എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. പ്രൈസലോ. എൻ്റെ ദൈവമാണ് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നതെങ്കിൽ എത്ര ഉന്നതമായ പദവിയാണെങ്കിലും ഈ പദവി ശുശ്രൂഷിക്കുവാനുള്ളത്. പ്രൈസലോ. ഈ പദവി എന്തിനു വേണ്ടിയുള്ളത്? ശുശ്രൂഷിക്കുവാനുള്ളത്. പ്രൈസലോ. അത് നമ്മൾ മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ആ കർത്താവിന്റെ സ്വഭാവം നമുക്കോട് വെളിപ്പെടുത്തുവാൻ കഴിയുന്നുവെങ്കിൽ, നിശ്ചയമായിട്ട് ആരുടെ ശുപാർശയുടെ ആവശ്യമില്ല. അവൻ നമ്മളെ ഉയർത്തുവാൻ മതിയായവനെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായവർ മാത്രം കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസലോ. അപ്പൊ ഈ സെബദി പുത്രന്മാര് വന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവേ ഞങ്ങളെ വലത്തും ഇടത്തുമായിട്ട് ഇരുത്തണം. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇതിരിക്കണമെങ്കിൽ ഈ പാനപാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? കുടിക്കണം. പ്രൈസലോ. അത് മാത്രമല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ശുശ്രൂഷകനായി തീർന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഉയർച്ച പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചേ. പ്രൈസലോ. 44-ാമത്തെ വാക്യം, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ആരായി തീരണം? ദാസനായി തീരണം. പ്രൈസലോ. ഹല്ലേലൂയ. നിങ്ങളിൽ ഒന്നാമനായി തീരുവാൻ ആഗ്രഹിക്കുന്നവര് എല്ലാവർക്കും ആരായി തീരണമെന്ന് പറഞ്ഞേ? ദാസനായി തീരണം. പ്രൈസലോ. റോമാലേഖനം 1:1 വായിക്കാമോ? റോമാലേഖനം 1:1. പ്രൈസലോ. സ്തോത്രം. റോമാലേഖനം 1:1. സ്തോത്രം. മതി. പ്രൈസലോ.
ആമേൻ, ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്. ഹല്ലേലൂയ. അവിടെ ദാസൻ എന്ന വാക്ക് ഡുലോസ് അല്ലെങ്കിൽ അടിമ എന്നുള്ള നിലയിലാണ് ആമേൻ എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പൗലോസ് ആമേൻ ശക്തനായ ഒരു സുവിശേഷകനാണെങ്കിലും ആമേൻ പൗലോസ് പറയുന്നത് ഞാൻ ആരാ? ക്രിസ്തുവിൻ്റെ ഒരു ദാസനാണ്, ക്രിസ്തുവിൻ്റെ ഒരു അടിമയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്വന്തം സഹോദരനായിരിക്കുന്ന യാക്കോബ് ലേഖനം എഴുതുമ്പോൾ യാക്കോബ് പറയുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനാണ് എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ ആരായി തീരണം? ആമേൻ മറ്റുള്ളവർക്ക് ദാസനായി തീരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ നമുക്ക് ഈ അടിമകളെ കുറിച്ച് അറിയാം. അടിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഇവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരുടെ യജമാനന്റെ അംഗീകാരത്തിനനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു അടിമയാകണം അല്ലെങ്കിൽ ഒരു ദാസനാകണം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്താണോ ഉദ്ദേശിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മുടെ കർത്തൃത്വം നമ്മൾ ഏറ്റെടുക്കുകയല്ല, മറിച്ച് നമ്മുടെ കർത്തൃത്വം നമ്മുടെ യജമാനന് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് ആമേൻ, ആ നടത്തിപ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ആമേൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ബോസ് നമ്മുടെ ചിന്തകൾ തന്നെ. ഹല്ലേലൂയ. നമ്മുടെ ബോസ് നമ്മുടെ സ്വയം തന്നെ. ഹല്ലേലൂയ. എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, ആരെങ്കിലും ആമേൻ ജീവിതത്തിനകത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ, ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദാസന്മാരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ദാസന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു യജമാനനുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യം വരും. ആമേൻ. നിങ്ങൾ ഇവിടെ സങ്കീർത്തനം കേട്ടു, നമുക്കുള്ളവനല്ല, നമ്മളെ വിലക്ക് മേടിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. ഒരു ദാസന്, ഒരു അടിമ എന്ത് ചെയ്തിരിക്കുക? വിലക്ക് മേടിച്ചിരിക്കുകയാ. അതുകൊണ്ട് പിന്നെ അവന് വേണ്ടിയല്ല ചെയ്യുന്നത്, അവൻ കർത്താവിന് വേണ്ടി, അവൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുകയാ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വളരെ വ്യക്തമായി വചനത്തിന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, മഹാനാകുവാൻ ആരെങ്കിലും ഇച്ഛിക്കുന്നുവെങ്കിൽ, നിങ്ങളിൽ ഉന്നതനാകുവാൻ ആരെങ്കിലും ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദാസനായി തീരണം, ഒരു അടിമയായി തീരണം, ഒരു ഡൂലോസായി തീരണം എന്ന് ദൈവത്തിന്റെ വചനം ആമെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാ. ആമെ തലമുറകളോട് എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. എൻ്റെ ജീവിതത്തെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുകയാ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഇഷ്ടങ്ങളല്ല എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, നീ എന്നെ നടത്തണമേ, നയിക്കണമേ, ആലോചന പറഞ്ഞു തരണമേ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ പറയുക. ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും ഇടവരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഒരു അടിമ യജമാനന്റെ കയ്യിലേക്ക് തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ചിന്ത എന്താണ്? എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളതല്ല ആമേൻ ആര് തരും? യജമാനൻ തരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ യജമാനന്റെ സന്നിധി വിശ്വസ്തയോടെ നിന്ന് കഴിഞ്ഞാൽ ആമേൻ യജമാനൻ എനിക്ക് ആവശ്യമുള്ളത് തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക്, എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുകയാ. ഞാൻ എനിക്ക് വേണ്ടിയുള്ളവനല്ല, ആമേൻ, ഞാൻ സ്വയത്തിൽ ചിന്തിക്കുകയല്ല, മറിച്ച് എൻ്റെ അപ്പന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിനകത്ത് നിറവേറുക ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എൻ്റെ അപ്പൻ മതിയായവനാണ്, ശക്തനാണ്, അവൻ എന്നെ നടത്തുക. ഇന്ന് പകൽക്കാലം മതിയായവനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, 131 സങ്കീർത്തനം നിങ്ങളൊന്ന് നോക്കിയാട്ടെ. 131 സങ്കീർത്തനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതെയാക്കിയിരിക്കും. തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ
എൻ്റെ അടുക്ക മുലകുടി മാറിയതുപോലെയാകുന്നു. ഇസ്രായേലേ, ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സങ്കീർത്തനക്കാരൻ ദൈവസന്നിധി പറയുന്ന വചനങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ കണ്ണുകൾ അഹങ്കരിക്കുന്നില്ലെന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ വചനത്തിന് പറയുവാനുള്ളത്, ആമേൻ, ലോകപ്രകാരം ആമേൻ ഹല്ലേലൂയ അഹങ്കരിക്കുവാനോ നിഗളിക്കുവാനോ ആമേൻ പല കാര്യങ്ങൾ ഉണ്ടായിട്ടും അഹങ്കരിക്കുന്നില്ല, നിഗളിക്കുന്നില്ല. എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. എൻ്റെ പ്രാണനെ ഞാൻ താലോലിച്ച് മിണ്ടാതെയാക്കിയിട്ട് ആമേൻ ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധി പൂർണ്ണമായിട്ട് പറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് വചനത്തിന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഹല്ലേലൂയ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച, ആമേൻ, പുകഴ്ച, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഒരു കുഞ്ഞ് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കരങ്ങളിൽ ആ കുഞ്ഞ് സുരക്ഷിതമാണ്. ആ കരങ്ങളിൽ ആ കുഞ്ഞിന് ആവശ്യമുള്ള ആഹാരമുണ്ട്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വചനത്തിന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഒരു ആമേൻ ദാസൻ തന്നെ യജമാനന്റെ കയ്യിലേക്ക് ആമേൻ ഫലമേൽപ്പിച്ച് കൊടുക്കുമ്പോ അവൻ്റെതായിട്ടുള്ള ഒരു ആലോചനയില്ല, അവൻ്റെതായിട്ടുള്ള ഒരു ചിന്തയില്ല, മറിച്ച് അവന്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതെയാക്കിയിട്ട് പൂർണ്ണമായിട്ട് അവന് യജമാനിൽ ആശ്രയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആര് ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയിക്കുന്നുവോ അവരെ കൈവിടുന്ന ദൈവമല്ല, അവരെ ഉയർത്തുന്ന ദൈവം എന്ന ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. ഇസ്രായേലേ, ഇന്നു മുതൽ എന്നേക്കും യഹോവയെ പ്രത്യാശ വെച്ചുകൊള്ളുക. എന്തുകൊണ്ടാണ് യഹോവയെ പ്രത്യാശ വെക്കുവാൻ കഴിയുന്നത്? യഹോവ എന്നെ നടത്തുവാ, എന്നെ പുലർത്തുവാ മതിയായവനെന്നുള്ള അകത്തളങ്ങളിലെ വിശ്വാസം, ഹല്ലേലൂയ, ആ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊള്ളുവാൻ പറയുകയാ. അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായി ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ആമേൻ, നമ്മൾ നമുക്കുള്ളവരല്ല, നമ്മുടെ യജമാനൻ വിലക്ക് മേടിച്ചവരാ. ആമേൻ. തന്റെ ആമേൻ രക്തത്തുള്ളികൾ നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന് നമ്മളെ വിലക്ക് മേടിച്ചിരിക്കുകയാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ആ വലിയ ഹിതം നമ്മുടെ ജീവിതത്തിനകത്ത് നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കുക എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നു? എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ലോകത്തിലെ മഹത്തുക്കൾ അധികാരം നടത്തും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവസന്നിധി താഴുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ അധികാരങ്ങളുടെ നടുവിലും ദൈവം അവനെ ഉയർത്തുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ ഞാൻ വ്യക്തമായി പറയുന്നു, ഈ ലോകത്തിന്റെ മഹത്തുക്കൾ അതിന്റെ അധികാരം നടത്തുമ്പോൾ അധികാരത്തിന് നടുവിൽ എങ്ങനെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ദൈവ പൈതലിനോട് പരിശുദ്ധാത്മാവിന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നിങ്ങളുടെ അധികാരി ലോകത്തിന്റെ അധികാരിയേക്കാൾ ശ്രേഷ്ഠനാണ്. ഹല്ലേലൂയ. അവനാണ് നിങ്ങളെ ഭരിക്കുന്നത് എന്ന് ഇന്ന് പകൽക്കാലം ബോധ്യമുള്ള ദൈവമക്കള് ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു ശുശ്രൂഷകനെ പോലെ, ഒരു ദാസനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവൻ നമ്മളെ ഉയർത്തുക, മാനിക്കുക മതിയായ ദൈവമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. റൂബാന ഹംദുന രഗദരഗജാര സിഹാദന. ഹല്ലേലൂയ. വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ ശുപാർശ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ ഷോർട്ട് കട്ട് ഒന്നും പറ്റത്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധി താഴണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ആമേൻ ആമേൻ ഹല്ലേലൂയ കപ്പ്, ഹല്ലേലൂയ, ആമേൻ, അത് നുകരുവാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. അതൊരിക്കലും നാശത്തിനല്ല, അതൊരിക്കലും ആമേൻ തകർച്ചയ്ക്കല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പാനപാത്രം കുടിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവ പൈതലേ, ആമേൻ, നിന്നെ തകർത്ത് കളയുവാനല്ല, അതിനപ്പുറത്ത് ദൈവം ആഗ്രഹിക്കുന്ന മഹത്വത്തിലേക്ക് നിന്നെ ഉയർത്തുക എന്റെ ദൈവത്തിന് കഴിയുമെന്ന് പകൽക്കാല വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ വചനം പറയുന്നു, മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എന്ത് ചെയ്യണം? ശുശ്രൂഷക്കാരനാണ്. ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ ആമേൻ പ്രൈസ് ദി ലോർഡ് ദാസനാകണം.
മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. പ്രൈസല്ലോ. അപ്പൊ യേശു കർത്താവ് പറയുന്നു, മനുഷ്യപുത്രൻ വന്നത് അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായിട്ട് കൊടുക്കാൻ. പ്രൈസലോ. പ്രൈസലോ. യഥാർത്ഥത്തിൽ നമുക്കറിയാം, കർത്താവിനെ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. സകല നാമത്തിനും മേലായി നാമം നൽകി പിതാവിന്റെ വലതുഭാഗത്ത് ആ മഹത്വത്തിൽ കർത്താവിനെ ഇരുത്തിയിരിക്കുകയാണ്. പ്രൈസലോ. ആ ഒരു തലത്തിലേക്ക് കർത്താവ് ഉയർത്തപ്പെട്ടതിന്റെ കാരണം എന്താ? സ്വാർത്ഥതകൾ വിട്ടിട്ട് അവസാനത്തുള്ളി രക്തം വരെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവം ഒഴുക്കി തന്നു. ആ കർത്താവ് ഒഴുക്കി തന്നു. പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ദൈവത്തിന്റെ കരത്താൽ ഉയർച്ച പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ, ദൈവം നമ്മളോട് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നിർവഹിക്കാൻ അനുസരണയുള്ളവരായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ സ്വയം മുഴുവൻ പ്രൈസലോ ഹല്ലേലൂയ ഉരുകി ഒരു യാഗമായിട്ട് സമർപ്പിക്കണം. ഹല്ലേലൂയ. എന്റെ സ്വയം അവിടെ മരിക്കുകയാ. പ്രൈസലോ. മറിച്ച് എന്റെ ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിനകത്ത് നിറവേറുക. പൗലോസ് പറയുന്ന ഓരോ നിമിഷവും ഞാൻ എന്റെ ജഡത്തെ പ്രൈസലോ ക്രൂശിക്കുകയാ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്താലുള്ള വിടുതലുകൾ, അനുഗ്രഹങ്ങൾ വെളിപ്പെടുവാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഹല്ലേലൂയ ആ യാഗപീഠത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ ഒന്ന് ഒരുക്കണമേ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിനകത്ത് ദൈവഹിതമല്ലാത്തതെല്ലാം ഹല്ലേലൂയ ഒന്ന് ഒരുങ്ങി മാറുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാ. എന്റെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചുകൊണ്ട് ഹല്ലേലൂയ ആത്മാവിന്റെ സഹായത്തോടുകൂടി ദൈവഹിതമല്ലാത്ത ഓരോ ചിന്തകളെയും വിചാരങ്ങളെയും പ്രവർത്തികളെയും പ്രൈസലോ ഹല്ലേലൂയ ഒന്ന് തകർത്തു മാറ്റിക്കൊണ്ട് എന്റെ കർത്താവിന് യോഗ്യമായ ഒരു ജീവിതം നയിക്കുവാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ഉയർത്തുവാ എന്റെ ദൈവം വിശ്വസ്തനെന്ന് വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. ഹല്ലേലൂയ. റീബാന ഹംദുന രഗദലഗജാരശിയാദന. നമ്മുടെ അസൂയ ഒന്ന് കത്തിച്ചാമ്പലാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഈർഷ്യ പണക്കു കത്തിച്ചാമ്പലാകട്ടെ. നമ്മുടെ ലോകത്തിന്റെ ഇഷ്ടങ്ങൾ കത്തിച്ചാമ്പലാകട്ടെ. ഹല്ലേലൂയ. റീബാന ഹംദുന രഗദലഗജാരശിയാദന. എന്നെ നിത്യതയിലേക്ക് വിടാതെ ആ ദൈവിക സംസർഗത്തിലേക്ക് എന്നെ വിടാതെ ഈ ലോകം എന്നെ പുറകോട്ട് വലിക്കുന്ന ഏതൊരു മേഖലയാണെങ്കിലോ ഇന്ന് പകൽക്കാലം അതിനെ ക്രൂശിക്കുക. ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഫലമേൽപ്പിക്കുകയാ. കാരണം എന്റെ ദൈവത്തിന്റെ കരത്താൽ എനിക്ക് ഉയർച്ച ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ ആ ദൈവ സന്നിധിയിലേക്ക് എത്തുക, ആ കാഹളം ധ്വനിക്കുക. ഏറ്റവും അടുക്കൽ വാതിക്കലായിരിക്കുമ്പോ ഞാൻ എത്രമാത്രം എന്നെ തന്നെ ഒരുക്കുക, ഇടവരണമെന്ന ദൈവത്തിന്റെ വചന നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ. എല്ലാവരും കണ്ണുകൾ അടച്ച് അല്പസമയം ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഭരിക്കപ്പെടുവാൻ ശുശ്രൂഷിക്കപ്പെടുവാൻ ഈ ലോകം ആഗ്രഹിക്കുമ്പോ അതിന്റെ നടുവിൽ ശുശ്രൂഷ ചെയ്യുവാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുക എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നൊരു തീരുമാനം ഇന്ന് പകൽക്കാലം എടുക്കുവാൻ കഴിയട്ടെ. എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു യജമാനനുണ്ട്. അവന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടപ്പാകട്ടെ. എന്റെ കർത്താവിന്റെ കരങ്ങളാ ഉയർത്തപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് യാഗമായിട്ട് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ദൈവഹിതമല്ലാത്തതിന്റെ ജീവിതത്തിൽ നീക്ക നിന്റെ കരത്തിന്റെ വിടുതലിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. അല്പസമയം എല്ലാവരും അധരങ്ങളെ തുറന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലേക്കൊന്ന് ഇറങ്ങി വരുവാ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. അല്പസമയം എല്ലാവരും അധരങ്ങളെ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. റീബാന
ഹംദുന രഗദര ഗജാരശ്രിയാദര. ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവിക സാന്നിധ്യം ഇതിന് നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഓരോ ഹൃദയങ്ങളെ ബലപ്പെടുത്തണമേ, ഓരോ ജീവിതങ്ങളെ ശക്തീകരിക്കണമേ. ആമേൻ. ദൈവഹിതപ്രകാരം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവത്തിന്റെ കരത്താലുള്ള ഉയർച്ച ഞങ്ങളുടെ തലമുറകൾ കാണുവാ ഇന്ന് പകൽക്കാലം ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. ദൈവഹിതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ.